ഹായ് ഓൾ, വെൽക്കം ടു ഫോർ മൈ ഫുട്ബോൾ. ഹായ് ഗൈസ്, കുറേ ആയി കണ്ടിട്ട് അല്ലേ? ഇപ്പം നമ്മളിങ്ങനെ SLKൻ്റെ പറഞ്ഞ സൂപ്പർ ലീഗ് കേരളേൻ്റെ ഒക്കെ കുറേ തിരക്കിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ തീരാൻ പോണ്. ലാസ്റ്റ് ഡേ ഓഫ് ട്രാൻസ്ഫർ വിൻഡോ. അപ്പോൾ ജസ്റ്റ് ഒരു ക്വിക്ക് ഓവർ, വാട്ട് ഈസ് ട്രാൻസ്ഫർ വിൻഡോ? ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് ക്ലബ്ബ് അവരെ സീസൺ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സീസണിലേക്ക് എന്തൊക്കെയായിരുന്നു അവരെ പ്രശ്നങ്ങളോ അല്ലെ ഡിഫിക്കൽട്ടീസോ അല്ലെ ഏതൊക്കെ ഏരിയയിലാണ് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും കൊണ്ടുവരുന്നതെന്നനുസരിച്ച് ലൈക്ക് നെക്സ്റ്റ് സീസണിലേക്കുള്ള പ്രിപ്പറേഷനാണ് ട്രാൻസ്ഫർ വിൻഡോയിൽ നടക്കാൻ പോകുന്നത്. പക്ഷേ നമുക്ക് തോന്നുന്നത് കുറേ ടീമിന് അതൊന്ന് മനസ്സിലായിട്ടില്ല തോന്നുന്നല്ലേ? അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ഇല്ല. പിന്നെ ട്രാൻസ്ഫർ വിൻഡോയിൽ എപ്പോഴും കുറേ പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെട്ടെന്ന് സ്വിച്ച് ആയി കഴിയുമ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ടൈമും ഇതിൽ വരുന്നുണ്ട്. അതെ. അപ്പോൾ ഏർലി ട്രാൻസ്ഫർ എപ്പോഴും നല്ലതാണ് ലേറ്റ് ട്രാൻസ്ഫറിനെ കാട്ടി ടീമിലേക്ക് വന്ന് ഈ ട്രാൻസ്ഫർ വിൻഡോ സ്റ്റാർട്ട് ചെയ്യണത് സീസണിൻ്റെ എൻഡിലാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണത്. സീസൺ എൻഡ് ആകുമ്പോഴാണ് ട്രാൻസ്ഫർ വിൻഡോ സ്റ്റാർട്ട് ആവുക. അപ്പോൾ അത് ടിൽ നെക്സ്റ്റ് സീസൺ ഒരു 3 months ഒക്കെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടുതലും ഇപ്പം ഓൾട്ടർനേറ്റീവ് ഇയേഴ്സിൽ ലൈക്ക് വേൾഡ് കപ്പ് വരും, യൂറോ വരും, കോപ്പ വരും, അങ്ങനത്തെ കുറച്ച് ഇന്റർനാഷണൽ ടൂർണമെന്റ്സ് വരും. അപ്പോൾ കുറച്ച് എക്സ്റ്റെൻഡ് ആവും. അല്ലെങ്കിൽ 3 months ആണ് നോർമൽ പീരീഡ് വരുന്നത്. പിന്നെ ഒരു വിന്റർ ട്രാൻസ്ഫർ വിൻഡോ ഉണ്ട്, അതായത് ഒരു ചെറിയൊരു വിൻഡോയില് ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഒരു സെക്കൻഡ് ഫേസിലേക്ക് ഒരു അപ്ഗ്രേഡ് ഒക്കെ. പക്ഷെ അത് കുറച്ചും കൂടി ഒരു ഡൾ ട്രാൻസ്ഫർ വിൻഡോ ആവാറാണ് പതിവ് ഉണ്ടാകാറ്. അത് ആ ട്രാൻസ്ഫർ വിൻഡോ ഒന്നും അധികം യൂസ് ചെയ്യാറില്ല മിക്ക ടീംസും. കാരണം അത് കൂടുതൽ ലോൺ റീകോള് കാര്യങ്ങളൊക്കെയാണ്. അതെ, എന്തെങ്കിലും പെട്ടെന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാർക്കറ്റിൽ കയറിയിട്ട് പ്ലേയേഴ്സ് ഉണ്ടോ അന്വേഷിച്ച് വരും. ഇതിപ്പോൾ ഇഞ്ചുറി ഒക്കെ വരുമ്പോൾ ഇപ്പം യുണൈറ്റഡ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു, ആരും വന്നിട്ടില്ല. യുണൈറ്റഡിനെ പറ്റി കുറച്ച് സംസാരിക്കോ? യുണൈറ്റഡിനെ പറ്റി തന്നെ തുടങ്ങാം. നമ്മൾ രണ്ടും യുണൈറ്റഡ് ഫാൻസാണ്. അപ്പൊ യുണൈറ്റഡിന്റെ അവസ്ഥയാണ് ഒരു കാര്യം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഗെയിം സ്റ്റൈലോ കാര്യങ്ങളിലൊക്കെ ചേഞ്ചിൻ്റെ രീതിയിൽ ടീമിനൊക്കെ പുള്ളി ലൈക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ നമ്മളെ ഭയങ്കര ഭാഗ്യം കാരണം ഒരു പ്ലേയേഴ്സ് ഇഞ്ചുറി ആയി. അതെ. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ തന്നെ ഫുൾ ഇഞ്ചുറി ആയിരുന്നു. ആക്ച്വലി കഴിഞ്ഞ പ്ലസ് ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്. അത് ബാക്ക് ലൈൻ ഒന്നും ഇതുവരെ ലൈക്ക് ഫുൾ ഒരു 10+ ഗെയിംസ് പോലും ഒരേ ബാക്ക് ലൈക്ക് പുള്ളിക്കാരനെ ഉദ്ദേശിച്ച പ്രോപ്പർ ബാക്ക് ലൈൻ വെച്ച് ഇതുവരെ കളിച്ച് ഒരു 10 or 11 സെപ്പറേറ്റ് കോമ്പിനേഷൻ ഔട്ട് ഓഫ് പൊസിഷനുള്ള പ്ലെയറിലെ, അത് സെന്റർ ബാക്ക് അല്ലാത്ത പ്ലെയറിനെ പോലും സെന്റർ ബാക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് ഇപ്പൊ പുതിയ ഇൻവെസ്റ്റ്മെന്റ് വന്നല്ലോ ക്ലബിലേക്ക്. അവർ ചെറിയ ചേഞ്ച് കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു ലോങ് ടേം പ്രോജക്ട്സ് അല്ലേ? ഇപ്പൊ ലോങ് ടേം എന്നൊന്നും പറയാൻ പറ്റില്ല. കുറേ വർഷമായി നമ്മൾ ലോങ് ടേം പ്രോജക്ട്സ് ആണ്. പക്ഷെ ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ ഒരു ചേഞ്ചിന്റെ ഒരു ഭാഗമായിരിക്കും. ലൈക്ക് മുമ്പത്തെ പോലെയല്ലോ, മുമ്പ് ഗ്ലേസേഴ്സ് അവര് ലൈക്ക് റവന്യൂ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു മാനേജ്മെന്റ് അങ്ങനെ ആവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഇപ്പൊ നമ്മള് ഇവിടൊക്കെയാണ് ട്രാൻസ്ഫറിന്റെ ഒരു മെയിൻ റേറ്റ് വരുന്നത്. അപ്പൊ മെയിൻ ഇമ്പാക്ട് വരുന്ന സീസണിൽ ഒരു ക്ലബ് ഇപ്പൊ യുണൈറ്റഡിന്റെ കേസ് എടുത്താല് ഇപ്പൊ ടേക്ക് ഓവർ കഴിഞ്ഞിട്ടുള്ളൂ, പുതിയൊരു മാനേജ്മെന്റ് വന്നു. അവരെങ്ങനെ ആക്ട് എന്നുള്ളത് അറിയണമെങ്കിൽ ട്രാൻസ്ഫറിന്റെ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ നമ്മളിപ്പോ യുണൈറ്റഡ് ഏകദേശം ഒരു 5 or 6 സൈനിങ്സ് നടത്തി. അത് മാത്രമല്ല ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള കുറേ പ്ലേയേഴ്സിന്, ഓവർ വേജസ് ഉള്ള പ്ലേയേഴ്സിനൊക്കെ നമ്മൾ സെല് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ മേജറായിട്ടുള്ളൊരു പ്രശ്നം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാനേജ്മെൻറ്റിന് ഒരുപാട് ബാഡ് ഡെസിഷൻസും, മാനേജ്മെൻറ്റിൻ്റെത് മാത്രമല്ല ലൈക്ക് ടെക്നിക്കൽ സ്റ്റാഫിനാണ്, ആരൊക്കെയാണോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ സൈഡിൽ നിന്നൊക്കെ വന്ന വലിയ മിസ്റ്റേക്സാണ്. ഫസ്റ്റ് ഓഫ് ഓൾ യുണൈറ്റഡ് ഏത് പ്ലെയറിനാ ചോദിച്ചു പോയാലും 1
പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഇവര്. ഫ്രണ്ടിന്റെ ഒക്കെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഫ്രണ്ട് ഷക്തർ എന്നാണ് യുണൈറ്റഡിലേക്ക് വരുന്നത്. യുണൈറ്റഡ് ബിഡ് ചെയ്തില്ലേ. ഫോർ എക്സാമ്പിൾ യുണൈറ്റഡിന്റെ ഒരു പ്രത്യേകതയാണ് യുണൈറ്റഡ് ഏത് പ്ലെയറിനെ നോട്ടം വിട്ടോ ആ പ്ലെയറിന്റെ വാല്യൂ അങ്ങ് കുതിച്ച്. അത് അതിന്റെ ഒരു മേജർ സാധനം ഫ്രണ്ട് ഇല്ലേ നമ്മളെ പഴയ മിഡ്ഫീൽഡർ. ഫ്രണ്ടിന് ഒരു ഭയങ്കര ഫണ്ണി സ്റ്റോറിയാണ്. ഫ്രണ്ടിന് യുണൈറ്റഡ് ബിഡ് ചെയ്തു ഷക്തറിൽ. അപ്പം ഷക്തർ ബിഡ് അവർ ഫ്രണ്ടിനെ പോലത്തെ ഒരു പ്ലെയർ അവർ ഇത്രയൊന്നും യുണൈറ്റഡ് ബിഡ് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവർ നോർമൽ 15 to 20 ഒക്കെ എക്സ്പെക്ട് ചെയ്തെടുക്കുക. 50+ ആഡ് ഓൺസ് ആണ് ഇവർ ഫസ്റ്റിൽ പോയി ബിഡ് ചെയ്തത്. അപ്പം തന്നെ അവിടെ ആഘോഷമായിരുന്നതൊക്കെ കേട്ടെ. ഏത് ഡ്രസ്സിംഗ് റൂമില് വൻ പൈസയൊക്കെയല്ലേ വരുന്നേ. ക്ലബിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് യുണൈറ്റഡ് വന്നു. യുണൈറ്റഡ് അങ്ങനെ കുറെ ഓവർ പ്രൈസ്ഡ് ഒരുപാട് ഇപ്പം ഓവർ പ്രൈസ് പ്ലേയേഴ്സിന് വാങ്ങുന്നത് മാത്രമേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാൻഡിബേക്കിന് വാങ്ങിച്ചു ഇത്ര 60 million അങ്ങനെ എന്തോ വാങ്ങിച്ചത്. അതെ അതും ഡെഡ് ലൈൻ്റെ ആയിരുന്നു. ഇപ്പം എന്താണ് പാനിക് ബൈ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഒരു ടാർഗറ്റിനെ എല്ലാ കോച്ചസും ഇങ്ങനെ സെർച്ച് ചെയ്യും. ക്ലബും അവർക്ക് കിട്ടാണ്ട് വരുമ്പോൾ ലാസ്റ്റത്തെ ദിവസം ഏതെങ്കിലും ആരെങ്കിലും അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുമ്പോൾ അവർ ഒരു ആളെ കാണും. ഇന്ന ആളെ വേഗം മേടിച്ച ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാൻ. അപ്പൊ ആ മേടിക്കുന്ന ആളുടെ ക്ലബിന് ഇത് മനസ്സിലാവും. ഓക്കെ, ഇവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, എന്നാ പിന്നെ കുറച്ച് കാശുകൾ കയറ്റി പറഞ്ഞു. അപ്പൊ ഒരുപാട് കുറെ മേടിച്ചിട്ടുണ്ട് യുണൈറ്റഡ്. ഇതൊരു എക്സാമ്പിൾ. മണ്ടത്തരങ്ങൾ അൾട്ടിമേറ്റ്ലി ഫെയിലിയറും ആയിരുന്നു. അതുപോലെ തന്നെ യുണൈറ്റഡിന് സ്റ്റാർട്ട് ചെയ്യാൻ കണ്ടിട്ടുണ്ട് ഏകദേശം 700 million സംതിങ് കഴിഞ്ഞ 4 വർഷത്തിൻ്റെ ഇടയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 വർഷത്തേത് 1 billion അടുത്തുണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തെ കാര്യമാണ്. 3.5 വർഷത്തിൽ ഏകദേശം 700. ഇതിൽ ഇപ്പോൾ യുണൈറ്റഡിൽ ഇവരൊക്കെ റിലീസ് ക്ലോസ് വാങ്ങിച്ച് കുറേ ആൾക്കാർ പോയി. വലിയ ഏജൻസ് ഒക്കെ ആയിരുന്നു, അവരൊക്കെ ഇറങ്ങി. കുറേ ഫ്രീ ട്രാൻസ്ഫേഴ്സിന് ഒരുപാട് പേര് പോയി. പിന്നെ ഇപ്പം കുറച്ച് സെയിലൊക്കെ നടന്നു. ഈ സെയിലിൻ്റെ ടോട്ടൽ വർത്ത് ഒരു 100 million അടുത്ത് പോലും ഇല്ല. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മളെ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി ഡ്രോപ്പ് തന്നെയാണ് മെയിൻ. ഒന്ന് ടീമിൽ യുണൈറ്റഡിലേക്ക് വരുമ്പം ഓൾറെഡി ഒരു ഔട്ട് പെർഫോം ചെയ്തൊരു പ്ലെയർ മാത്രമേ യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബ്ബൊക്കെ കൊണ്ടുവരാൻ നോക്കൂ. അതെ, ഇപ്പം അങ്ങനെയാണ്. കുറച്ച് വർഷങ്ങളായിട്ട്. പക്ഷേ യുണൈറ്റഡിൻ്റെ ഗെയിം ഒന്ന് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, രസമുണ്ട്. ആദ്യത്തെ ഗെയിം ഇപ്പം കമ്മ്യൂണിറ്റി ഷീൽഡ് ആണെങ്കിലും തോറ്റതാണെങ്കിലും നമ്മൾ സാധാരണ മുമ്പ് യുണൈറ്റഡ് സിറ്റി ഗെയിം ഒക്കെ കാണുമ്പോൾ ഒരു 1 sided ഗെയിം. ഇപ്പൊ കുറച്ചുകൂടി ബോൾ പ്ലേയിങ് കൂടി, ബോക്സ് ടു ബോക്സ് ഗെയിം വരാൻ തുടങ്ങി. കുറച്ച് പുതിയ ഇൻവെസ്റ്റ്മെന്റ്, നല്ല സ്കൗട്ടിങ് ഒക്കെ ചെയ്തിട്ട് നല്ല ക്വാളിറ്റി പ്ലേയേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അതാണ് ഗുണം. പിന്നെ ഓൾറെഡി ട്രെയിനിങ് സ്റ്റാഫ് വരുമ്പം മാറും കാര്യങ്ങൾ. പിന്നെ എന്തായാലും പെട്ടെന്നൊരു ചേഞ്ച് എന്നുള്ളത് ഇല്ല. പക്ഷെ ഗെയിമിൽ കാണാനുണ്ട്. പഴയ യുണൈറ്റഡ് അല്ല ഒരു സെറ്റ് ബാക്ക് ചെയ്ത് വെറുതെ ഡിഫെൻസീവും ലൈക്ക് ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യാത്തൊരു ടീമല്ല ഇപ്പം അത്യാവശ്യം ആദ്യത്തെ കളി തന്നെ പ്രൂവ് ചെയ്തു. ബോൾ പൊസിഷനും ഒരു പ്രസ്സിങ് ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. അത് രസമുണ്ട് കളി കാണാൻ. റിസൾട്ട് മോശമാണ്. 2 സ്ട്രൈക്കറും ഇഞ്ചുറി അല്ലേ? ഇഞ്ചുറിയുമാണ്, അതൊക്കെ ഒരു പ്രശ്നമാണ്. പിന്നെ പുതിയ വന്ന പയ്യൻ 21 years, വെരി ലെസ് എക്സ്പീരിയൻസ്ഡ്. അതൊക്കെ ഓവർ ടൈം അതൊക്കെ ശരിയായി വരും. അവർക്ക് ടൈം കിട്ടുമ്പോൾ അവർ പെർഫോം ചെയ്ത് തുടങ്ങിക്കോളും. ഇപ്പം യുണൈറ്റഡിൻ്റെ അവസ്ഥ ഇത്, നമ്മുടെ ഫാൻ ക്ലബായ യുണൈറ്റഡിൻ്റെ അവസ്ഥ ഇത്. പിന്നെ പറഞ്ഞത് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ നടത്തിയ ടീമുണ്ട്, ചെൽസി. എല്ലാവർക്കും അറിയാം. കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണമല്ലേ പ്ലേയേഴ്സിനെ മേടിക്കണത്. അവരുടെ സ്ക്വാഡിൽ 44 പ്ലേയേഴ്സ് ഉണ്ട്. 2 ടീമിനുള്ള ആൾക്കാരുണ്ട്. ഈ 45 പ്ലേയേഴ്സ് കൂടാതെ ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്ലേയേഴ്സും കൂടി ഉണ്ട്. അതെ നിങ്ങളെ നമ്മളെ സിസ്റ്റത്തിലേക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വെച്ച പ്ലേയേഴ്സും ഉണ്ട്. അങ്ങനെ അവർക്ക് ഡീലോ കാര്യങ്ങളൊന്നും ഇതുവരെ ക്ലോസ് ആയില്ല. ഒരുപാട് പേര്, കൂടുതൽ പേര് കോൺട്രാക്ട് കഴിഞ്ഞ് പോവുക. അല്ലെങ്കിൽ അവര് സ്റ്റെർലിങ്ങിന്റെ കേസ് ഉണ്ടല്ലേ? അതെ, സ്റ്റെർലിംഗ് ഒക്കെ ഓൾറെഡി
പ്രൊജക്റ്റിൽ ഇല്ലേ? ഇല്ലാന്ന് പറഞ്ഞു. സ്റ്റെർലിങ്ങിനെ പോലത്തെ ഒരാളെയൊക്കെ പക്ഷേ അത് ഭയങ്കര ലേറ്റ് ആയ പോലെ തോന്നി. ഏത് ഈ സ്റ്റെർലിങ്ങിൻ്റെ അടുക്ക ഈ ഡെസിഷൻ എടുത്തതോ കാര്യങ്ങളൊക്കെ. അത് ഓരോ ക്ലബും അപ്രോച്ച് ചെയ്യുന്ന രീതി അനുസരിച്ചാണ്. ഇപ്പൊ ഇത്ര 40 പേരൊക്കെ എല്ലാരും മാനേജ് ചെയ്ത് വരണ്ടേ? ഇന്ന ആൾക്കാരൊക്കെ ആവശ്യമുണ്ടോന്ന് അന്വേഷിച്ച ഒരു മാസം കഴിഞ്ഞു. 44 പ്ലേയേഴ്സ്. പ്ലെയർ ഫാമിംഗ് എന്നാണ് ഈ പ്ലെയർ ഫാമിംഗ് എന്നാണ് ഈ ഒരു ടേമിനെ പറയുന്നത്. പ്ലെയർ ഫാം, വാട്ട് ഈസ് പ്ലെയർ ഫാം? പ്ലെയർ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രീ ഏജൻസ് ആയതും യങ് ആയിട്ടുള്ള പ്ലെയേഴ്സ്, അതായത് ചെറിയ വേജസിനും ചെറിയ കോൺട്രാക്ട്സിനൊക്കെ വരുന്ന ചെറിയ ലൈക്ക് ലോ ഇൻകം പ്ലെയേഴ്സിനെ ഒരുപാട് വാങ്ങിച്ചു. അതിൽ ക്വാളിറ്റിയിലെ പ്ലെയേഴ്സ് ഉണ്ടാവും, യങ് ഏജ് ആയിട്ടില്ല. ഇവരെയൊക്കെ ലോവർ കോൺട്രാക്റ്റ് കൊടുത്ത് അവിടെ തന്നെ ഒരു ഫാം പോലെ തന്നെ പ്ലെയേഴ്സിനെ കുറെ കോഴികളെ പോലെ ഒരുപാട് കോഴികളൊക്കെ വാങ്ങിച്ച് അതിൻ്റെ 1-2 നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും. ബട്ട് ഒരു എന്താ പറയുക, പിന്നീട് വന്ന് മേടിച്ചോണ്ടോ ഈ കോഴികളെ? അതെ പിന്നീട് വന്ന് വാങ്ങിച്ചു അതിൽ ഉദ്ദേശിച്ചിട്ടാണ് ഇവര് അങ്ങനത്തെ ഇത്രയും പ്ലെയേഴ്സൊക്കെ ഒരു ടീമിലേക്ക് വരുമ്പം എത്ര ആൾക്കാർക്ക് ചാൻസ് കിട്ടും? ചെൽസിയും എല്ലാവർക്കും ചാൻസ് ഒന്നും കിട്ടൂല. പറ്റില്ല. അതല്ല ഇപ്പൊ അവരുടെ സ്ക്വാഡിൽ തന്നെ ഒരു 10 പേര് തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഔട്ടായി. അവര് വേറെ ക്ലബ് ഒക്കെ കിടക്കാം. നമ്മളിത് റെക്കോർഡ് ചെയ്യുമ്പോഴും അവര് നോക്കുവാണ് ഇതുവരെ സൈനിങ്സ് ഒന്നും നടന്നില്ല. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോ വെറുതെ ഇരിക്കേണ്ടി വരും 1 വർഷമൊക്കെ, അല്ലെങ്കിൽ അടുത്ത കാരണം ഇവരെ ഓൾറെഡി ഇവരെ കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നല്ലോ. പിന്നെ അതാണ് ചെൽസിന്റെ അവസ്ഥ. പിന്നെ ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയ ഒരു ട്രാൻസ്ഫർ വിൻഡോ സാഗയുണ്ട്. അത് ബാഴ്സലോണേന്റെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ട്രാൻസ്ഫർ വിൻഡോ എന്താണെന്ന് ഒരു മനസ്സിലാവാത്ത രീതിയിലൊക്കെയാണ് കുറേ ടീംസൊക്കെ റിയാക്ട് ചെയ്യുന്നത്. കാരണം ഒന്ന് ബാഴ്സലോണ ആ ഒരു പ്ലെയറിന് ഓൾമോൻ്റെ സൈനിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഈ പുള്ളീനെ ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തൊരു പ്ലെയറാണ്. ഔട്ടി പുറത്താക്കി തന്നെ പറയാം. 15 ഗോളും അസിസ്റ്റും അങ്ങനെ ടോട്ടൽ അവര് ടോപ്പ് സ്കോറർ ലിസ്റ്റിലെ പ്ലെയറാണ്. ആ പുള്ളീനെ ആ രീതി വലിയ പ്രൊജക്റ്റിന്റെ പാട്ടാക്കിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. ഏത് ചാവി ആ പുള്ളീനെ ഒരു ബാക്ക് സ്ലാഷ് പോലെ പുള്ളിക്ക് കിട്ടി. അതും ഫ്രീ ഏജന്റ് ആയിട്ട് തിരിച്ചു പോയി സിറ്റിയിലേക്ക്. സിറ്റി കാണിച്ചത് ഭയങ്കര അവർക്ക് ലാഭമായി. അവർക്ക് ആക്ച്വലി ലാഭം. കഴിഞ്ഞ വർഷം 60 മില്യൺ കിട്ടുകയും ചെയ്ത് ഇപ്പൊ വെക്കേഷന് പോയ പോലെ അത് കാശ് ഇങ്ങോട്ട് നല്ല പരിപാടി തന്നെ. വെക്കേഷന് ലാലിഗയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്ന്. പിന്നെ നോക്കേണ്ടത് മെയിനായിട്ട് കുറേ സൗദി ക്ലബ്സും കുറേ അമേരിക്ക ചൈന ക്ലബ്സൊക്കെ യൂറോപ്പിൽ നിന്ന് പ്ലേയേഴ്സിനെ മേടിച്ചുകൊണ്ട് പോകണത്. അതായത് ചെറിയ ചെക്കന്മാര് നല്ല ടോപ്പായിട്ട് നിൽക്കണ വീക്കിലേക്ക് വരാൻ നിൽക്കുന്ന പ്ലേയേഴ്സിനൊക്കെയാണ് ഇവർ ഒരുപാട് വാങ്ങിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിനൊക്കെ പ്രശ്നം എന്താ, ഇപ്പോൾ സൗദിയിലൊക്കെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഏജായിട്ടുള്ള പ്ലേയേഴ്സ് പോകുന്നത് ഇസ് ഡിഫറെൻറ്റ്. യങ് പ്ലേയേഴ്സൊക്കെ പോകുന്നത് ആക്ച്വലി അവരെ ലീഗിനെ റൂയിൻ ചെയ്യുക. കാരണം എൻഡ് ഓഫ് ദ ഡേ ഏത് രാജ്യവും എന്തിനാണ് ഒരു ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അവരെ ഫുട്ബോളിങ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാനും അവരുടെ റൂട്ട് ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇതുപോലത്തെ ബിഗർ പ്ലേയേഴ്സ് വരുമ്പോൾ എപ്പോഴും പ്ലേ ടൈം കൊടുക്കണം. അപ്പോൾ ഈ ലോക്കൽ ടാലൻസിനോ അല്ലെ യങ് ടാലൻസിനോ ഒന്നും ഡെവലപ്പ് ചെയ്യാനോ ഇതിനൊന്നും സ്പേസ് ഇല്ല. കാരണം ബിഗർ നെയിംസ് വരുമ്പോൾ എപ്പോഴും റൈവൽസ് കൂടും. അപ്പം ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പാനിക് ബൈ കാര്യങ്ങളൊക്കെ നടത്തി ആ ലീഗിനെ റൂയിൻ ചെയ്യരുത്. ഇപ്പം ചൈനയിൽ നടന്ന ഇതാണ്. ചൈനയിൽ എത്ര പ്ലേയേഴ്സ് പോയിട്ടുണ്ടായിരുന്നു? ഒരുപാട് പ്ലേയേഴ്സ്. ഹൽക്ക്, ഓസ്കാറൊക്കെ പോയത്. അവൻ ചൈനയിൽ പോയത് എന്താണ് നല്ല എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട്, കാരണം നാട്ടിൽ ദാരിദ്ര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഇവിടെ ബ്രസീലിൽ നിന്ന് ചെൽസിയിൽ വരുമ്പോൾ തന്നെ അത്രയുള്ള കാശ് കിട്ടുന്നുണ്ട്. പിന്നെ അല്ല കാശാണ് ഇതിൻ്റെ ഒരു മേജർ ഫാക്ടർ. അത് ഇത് പ്രൊഫഷണലായിട്ട് തന്നെ കാണുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, പോവാത്ത എത്ര പ്ലേയേഴ്സ് ഉണ്ട്.
റിട്ടയർമെന്റ് പീരീഡ് കാര്യങ്ങൾ പോകുന്നത് ഡിഫറെൻറ്റ്. അതെ അതെ. ഇപ്പം സൗദിയിൽ ഇപ്പം റൊണാൾഡോ പോയത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതൊരു ലൈക്ക് പുള്ളി ഒന്ന് അവിടുത്തെ ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യും, പുള്ളിക്ക് നല്ല രീതിയിൽ ക്യാഷ് കിട്ടും. കാരണം വേറെ ഒരു ക്ലബ്സും ഇനി ഈ ഒരു ഏജിൽ പുള്ളീനെ ടീമിൽ ലൈക്ക് ഹോൾഡ് ചെയ്ത് വെക്കണമെന്നോ കാര്യങ്ങളൊന്നും നിർബന്ധമില്ല. കാരണം ഇനി യങ് പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമാണ്. പുള്ളി പോയപ്പോൾ തന്നെ അവിടെ ഒരുപാട് ബാക്കിയുള്ള ക്ലബ്സൊന്നും കാര്യങ്ങളെന്നൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ ഈ യങ് പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇത് ലൈക്ക് കുറച്ചും കൂടി ഡൗട്ട്ഫുൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ വിനീഷ്യസ്, ഇവർക്കൊക്കെ വന്ന ഓഫേഴ്സ് കണ്ടില്ലേ, ആരെ മനസ്സ് വന്ന് തോന്നുമ്പോ ഈ സൗദി അറേബ്യനൊക്കെ സ്വന്തം കുറെ കാശുണ്ട്. അല്ല അതാണ് മനസ്സിലായത്. ഇവർക്കൊരു വാല്യൂ ഒന്നുമില്ലേ കാശ്മീർ. ഇപ്പൊ മെസ്സിക്ക് അൽഹിലാൽ ഓഫർ ഉണ്ടോ? 1 ബില്യൺ യൂറോ ആണ്. 1 ബില്യൺ യൂറോ എന്ന് പറഞ്ഞാൽ അത്ര പൈസ. ഇവർക്ക് ഇതിനെ പറ്റിയിട്ടൊരു അതൊക്കെ ചെറിയ കാശാണ്. അറിയോ കൊണ്ടുവന്നതിന് ഒരു പ്രൊമോഷനും ആയല്ലോ. അതെ അതെ അതെ. ഇപ്പൊ ഒരു എല്ലാവരും തന്നെ ഫോളോ ചെയ്യണുണ്ട്. യെസ്, സൗദി പ്രോ ലീഗ്. അതെ. അത്യാവശ്യം ഒന്ന് ഇന്ത്യയിൽ അതിന് ടെലികാസ്റ്റും കാര്യങ്ങൾ വന്നു. പക്ഷെ അതൊക്കെ റൊണാൾഡോ ഇമ്പാക്റ്റ് ആണ്. ഇമ്പാക്ട് തന്നെയാണ്. അതെ അതെ, ഈ യങ് പ്ലേയേഴ്സ് വരാൻ തുടങ്ങി. അതും ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ പേഴ്സണൽ ഡിസിഷനാണ്. ക്ലബ്സ് എപ്പോഴും ചോയ്സാണ്, പ്ലേയേഴ്സാണ് അത് ടേക്ക് പറ്റും. കരിയർ ഉണ്ടാക്കുക നിങ്ങൾ. കാരണം ഇത്ര വലിയ എമൗണ്ടിൻ്റെ ഈ സൗദിയിൽ പോകുന്ന പ്ലെയേഴ്സ് ലൈക്ക് ഒരു നോർമൽ പ്ലെയർ ആണെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറമുള്ളവർക്ക് അവിടെ ലൈക്ക് വലിയ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടുത്തെ കാട്ടി കൂടുതലാണ്. പക്ഷെ എക്സ്പോഷർ കുറവല്ലേ. എന്ത് ചെയ്യും, ആ ലീഗിൽ ഒരു ഫ്ലോപ്പ് ആണെങ്കിൽ പിന്നീട് തിരിച്ചു വരവൊന്നുമില്ലേ? ഇല്ല. പക്ഷെ അങ്ങനെ തിരിച്ചു വന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതായത് നമ്മുടെ റോഡ്രിഗസ്, ആമസ് റോഡ്രിഗസ് റയലിൽ കളിച്ചിട്ട് എവർട്ടണിലൊക്കെ പ്രീമിയർ ലീഗിൽ, പിന്നെ നേരെ സൗദി ക്ലബിൽ വന്നിട്ട് പിന്നെ തിരിച്ച് എവിടെ കൊളംബിയ, ബ്രസീൽ എവിടെ പോയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ സ്പെയിനിൽ സൈൻ ചെയ്തേക്കണ്. അപ്പൊ ടാലന്റ് ഉണ്ടെങ്കിൽ തിരിച്ചു വരാനും പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പൊളീനു ബാർസയിലേക്കാ തിരിച്ചു വന്നേ, ചൈനയിൽ പോയിട്ട് തിരിച്ചു വന്നു ബാർസയിലേക്ക്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതാണ്, അതൊക്കെ അതുകൊണ്ടല്ലേ നമുക്ക് പറയാൻ പറ്റും. 1-2 പേര് ബാക്കിയൊക്കെ ആൾക്കാർ ഇവിടെ പോയി. ഓസ്കാർക്ക് എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മള് ഈ ട്രാൻസ്ഫർ വിൻഡോ ഒരു ഷോ ആയിരുന്നല്ലേ. ഈ ട്രാൻസ്ഫർ വിൻഡോ എംബാപ്പയായിരുന്നു. പക്ഷേ ഈ എംബാപ്പേന്റെ സംഭവം അതൊക്കെ പറഞ്ഞ് ഒന്നും നടന്നാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ഒരു ഹാൻഡ്സ് ഒക്കെ. കുറെ എത്ര കാലമായി, 6 വർഷം മുന്നേ തുടങ്ങിയതാണ് എംബാപ്പെ ടു റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞിട്ട്. ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഏറ്റവും റൈറ്റ് ടൈമാണ്. കറക്റ്റ് സ്വിച്ച് ചെയ്യേണ്ട ടൈം കൊടുത്തില്ല എന്നുള്ളതാണ്. അതാണ് ഫ്രീ ട്രാൻസ്ഫറിൽ വന്നു. അങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര റെയറാണ് ട്രാൻസ്ഫർ വിൻഡോയില്. അതായത് ഇത്രയും ഹൈ പ്രൊഫൈലുള്ള പ്ലെയർ, ടോപ്പ് 3 നിൽക്കുന്ന പ്ലെയർ ഫ്രീ ട്രാൻസ്ഫറിൽ ഒരു ക്ലബിലോട്ട് പോകാന്ന് പറഞ്ഞാൽ റെയർ ഇവൻ്റാണ്. ഈ ഒരു ലെവലിലുള്ള പ്ലേയേഴ്സ് ഒന്നും ഒരിക്കലും പോകുന്ന പരിപാടിയില്ല. കാരണം ക്ലബ്സ് ഒരുപാട് നെഗോഷിയേറ്റ് ചെയ്യുക, ഹോൾഡ് ബാക്ക് ഒക്കെ ചെയ്യും. അവർക്ക് എത്ര ഒരു പുതിയ കോൺട്രാക്ട് കൊടുക്കായിരുന്നതാണ്, അതെ, കുറെ കാശ് കൂട്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ബേസിക് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതും പുള്ളിക്ക് ആ ടീമിൽ ഒന്നും വിന്യാനി ബാക്കിയില്ല. ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റുന്നെന്ന് തോന്നുന്നില്ല. അപ്പം ഇറങ്ങിയതാ. ഇന്റർനാഷണൽ ട്രോഫീസ് എല്ലാം വിൻ ചെയ്തല്ലോ. ഇനിയും ബാലൻസ് ഇല്ലത് ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ് അല്ലേ? ബാക്കിയൊക്കെ വന്നില്ല. ഒരുവിധം എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. യൂറോ കിട്ടിയിട്ടില്ല ഇന്റർനാഷണൽ. പക്ഷെ അതൊക്കെ ഇപ്പൊ 25 വയസ്സ് എന്തായാലും ആയിട്ടുള്ളൂ. അതെ അതെ, ഒരുപാട് ടൈം. ഓൾറെഡി റൊണാൾഡോ ഫാൻ ബോയാണ്. അപ്പൊ ഇതൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. ഇനിയുള്ള വർഷങ്ങളിലും ഇതൊക്കെ അടിക്കാവുന്നുള്ളൂ സുഖമായിട്ട്. അതെ അതെ, 4 വർഷത്തെ കാത്തിരിപ്പൊന്നും വേണ്ടല്ലോ. ഇനി വേൾഡ് കപ്പ് ഓൾറെഡി അടിച്ചു. പിന്നെ അതുപോലെ പറയേണ്ടത് ഒരു ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ നമ്മളെ യുണൈറ്റഡ് തന്നെയാണ്. ലെനിയോറോ, അവന് എന്താ പറഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഒരു പയ്യനായിരുന്നു. കാരണം നമുക്ക് പ്ലെയർ ആയിരുന്നു. റയൽ മാഡ്രിഡ് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു പ്ലെയറിനെ നമ്മൾ ഹൈജാക്ക് ചെയ്തു. അത് കാശ് കൊടുത്തിട്ടുമാണ്. പിന്നെ നല്ല പ്രൊജക്റ്റ് ആണെന്ന് കണ്ടപ്പോ അത് പ്ലെയറൊക്കെ ഇവിടെ എത്തിക്കണമെങ്കിൽ
പുള്ളിയുടെ ഏജന്റൊക്കെ ഭയങ്കര ലൈക്ക് റെഡ് മാഡ്രിഡിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പുഷ് ചെയ്യണതായിരുന്നു അങ്ങനെ. പിന്നെ ആരോ കൺവിൻസ് ചെയ്തു. നമ്മള് കൺവിൻസ് ചെയ്തു. അത് യുണൈറ്റഡ് അതോ പാവം സീസണില് വന്നപാടെ ഇഞ്ചുറി ഫസ്റ്റ് ഗെയിമൊക്കെ മറ്റേ പ്രീ സീസണൊക്കെ കളിച്ചതൊക്കെ നീറ്റായിരുന്നു. 18 വയസ്സുള്ളൂ. അത് ഓൾറെഡി റാഫേൽ വറാനെ വെച്ചിട്ടാണ് ഇവനെ കമ്പയർ ചെയ്യുന്നത് ഫ്രാൻസിസ് സ്ക്വാഡിൽ. അപ്പൊ പൊട്ടൻഷ്യൽ പ്ലെയർ ഉണ്ട്. പ്ലെയറാണ്. അപ്പൊ അങ്ങനത്തെ ഡീൽ നടക്കുന്നുണ്ട്, ഹൈജാക്കിംഗ് ഡീൽസ്. അതെ അതെ. പിന്നെ ഇപ്പം ഡിലൈറ്റ് മസ്രാവി കോംബോ അതും നല്ലൊരു ഡീലായിരുന്നു. യുണൈറ്റഡ് ഇങ്ങനത്തെ ഡീലൊന്നും ചെയ്യാറില്ല. അതെ അതെ, ഇത് നമ്മള് വർഷങ്ങളായി കണ്ടിട്ട് ഡീൽസ്. അതെ, ഇപ്രാവശ്യം യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് പ്രോപ്പർ ഡീൽസ് ഉണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ ഒക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൂട്ടി പരിപാടി. പാനിക് ബൈ തന്നെയല്ലേ കവാനിയൊക്കെ വന്നാല് ലാസ്റ്റ് ഡേ വരും ആരെങ്കിലൊക്കെ കാശ് കൊടുത്തിട്ട് നമ്മൾ മേടിക്കുകയും ചെയ്യും. അതെ, പിന്നെ എപ്പോഴും ഒരു ബിഗ് നെയിം വെച്ചിട്ട് ഇങ്ങനെ അതിന്റെ ബാക്കിൽ ഹണ്ട് ചെയ്ത് നടക്കലായിരുന്നു മെയിൻ പരിപാടി. ബ്രൂണോ ഒക്കെ വരുന്നത് പരിപാടി ഉണ്ടായിരുന്നില്ല. അതെ അതെ, അതൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. ഉണ്ട് നമ്മള് അക്കാഡമി പ്ലേയേഴ്സ് വന്ന കുറച്ച് പ്ലേയേഴ്സ് നല്ല, പിന്നെ യങ്സ്റ്റേഴ്സ് അമാദും ഗ്രാനാച്ചോ എല്ലാവരും കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ശരിക്കും ചെറിയ പിള്ളേരല്ലേ. പക്ഷെ ഈ ടീം ഇതുപോലെ തന്നെയാണ് സിറ്റിയൊക്കെ. അത് നമ്മള് യുണൈറ്റഡിന്റെ കാര്യം പറയുമ്പോ സിറ്റിന്റെ കാര്യം കൂടി പറയണം. നമുക്ക് പറയാനൊരു മടി ഉണ്ടെങ്കിലും ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ ശ്രദ്ധിച്ച പിന്നെ വേണ്ട, അത് ആൾക്കാരെ വന്ന് മേടിച്ചോണ്ട് പോവാണ്, വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. ചെറിയ പയ്യന്മാരെ നല്ല കാശിന് വാങ്ങിച്ച് എന്നിട്ട് ഇവര് ചെറിയ പയ്യന്മാരെ തന്നെ മേടിക്കണം, സ്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് കൊണ്ടുവരുന്നത് എല്ലാ ക്ലബും ഉദ്ദേശിക്കുന്നത് ഒരു ട്രാൻസ്ഫർ വിൻഡോയില്. അതെ, വലിയ ക്ലബ്ബ് ചെറിയ ക്ലബ്ബ് അങ്ങനത്തെ ഒരു സംഭവമല്ല, എല്ലാ ക്ലബിനും ചാൻസ് ഉണ്ട്. അതിനാണ് ഈ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. അതെ അതെ, എല്ലാവർക്കും ഒന്ന് റീവാമ്പ് ചെയ്യാനും. അപ്പൊ അത് വർക്കൗട്ട് ആവും. ഇപ്പൊ കഴിഞ്ഞ വർഷം കണ്ടില്ല ബുണ്ടസ് ലീഗ, പിന്നെ അലോൺസോ കുറെ സൈനിങ്സ് നടത്തി. പക്ഷെ അതൊക്കെ വൻ വിഷൻ. അതും യങ് പ്ലെയറും ഓൾഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, ഷാക്കേനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ യങ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. അപ്പോൾ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഇങ്ങനെ മൊത്തത്തിൽ ട്രാൻസ്ഫോം ചെയ്തെടുക്കാം ഒരു ക്ലബിന്. അതെ അതെ, അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട മെയിൻ ടീമാണ് ലെസ്റ്റർ സിറ്റി. എന്ത് എനർജി അല്ലേ. വാർഡിനൊക്കെ ഭയങ്കര ശരിക്കും ലെജൻഡ് തന്നെ, ഒന്നും പറയാനില്ല. ഫുള്ളി റെലഗേഷനിൽ പോയി റെലഗേറ്റായി സെക്കൻഡ് ഡിവിഷനിൽ കളിച്ച് വീണ്ടും ഫസ്റ്റ് ലെവലിലോട്ട്, ഫസ്റ്റ് മെയിൻ ലീഗിലോട്ട് ലീഗിലേക്ക്. വാർഡി ഇപ്പൊ തിരിച്ചു വന്നിട്ട് കണ്ടില്ലേ, ടോട്ടനാമായിട്ടുള്ള മാച്ചിൽ ഗോൾ അടിച്ചതിന് ശേഷം എനിക്കൊരെണ്ണം ഉണ്ട്, എനിക്കൊന്നുമില്ല. അത്രയ്ക്കും വലിയ മനുഷ്യരാണ്, ഭയങ്കര ലെജൻഡ്. പിന്നെ പറയാനുണ്ട് അവരുടെ ടീമിനെ ഹോൾ ബാക്ക് ചെയ്ത് എത്ര വർഷമായി. ലെസ്റ്ററിന്റെ പേര് കേൾക്കുന്ന അന്ന് മുതൽ. അതെ, വാർഡിയാണ് ഈ സീസൺ അടിക്കുമോ അപ്പൊ ഇതുപോലെ മുമ്പൊരിക്കൽ വന്നിട്ടാണ് റെലഗേഷന്റെ അടുത്ത് നിന്നിട്ടാണ് വന്നത്. അതെ അതെ, പക്ഷെ അതാണ് എല്ലാ ക്ലബിനും അവസരം ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഈ ലെസ്റ്റർ സിറ്റി എന്ന് പറയുന്നത് ഒരു 100 വർഷം വരെയും ഒരു തരത്തിലെ ട്രോഫി അടിക്കാത്ത ടീമാണ്. അതെ അതെ, കറക്റ്റ് നല്ല കോച്ചിനെ കറക്റ്റ് ട്രാൻസ്ഫർ വിൻഡോയിൽ കറക്റ്റ് നല്ല കോച്ച്, കുറേ യങ് പ്ലേയേഴ്സും, പിന്നെ വാർഡി നല്ല മെന്റാലിറ്റി ഉണ്ടല്ലോ. ഓൾറെഡി ഇവൻ മെന്റാലിറ്റി പ്ലെയറാണ്, ഇവനുണ്ടെങ്കിൽ ഒരു ആത്മവിശ്വാസമാണ്. അങ്ങനെയുള്ള ടീം റെലഗേഷനിൽ നിന്നിട്ട് നെക്സ്റ്റ് സീസണിലേക്ക് ക്വാളിഫൈ ആയിട്ട് അവിടെ നിന്നാണ് എല്ലാ പ്രീമിയർ ലീഗ് ടൈറ്റിൽസും എല്ലാവരെയും വെട്ടിച്ചിട്ട് ഫസ്റ്റ് അടിക്കുന്നത്. അതായത് അത് ലെസ്റ്റർ സിറ്റി അടിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/5000 ആയിരുന്നു അന്ന് പ്രെഡിക്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ വേണമെങ്കിൽ പറയാം, മിറാക്കിൾസ് എന്ന് വേണമെങ്കിലും പറയാം. അതെ, ആരും പ്രതീക്ഷിക്കാത്തൊരു ജേണിയായിരുന്നു. അങ്ങനെയൊക്കെ നടക്കാം ഒരു ട്രാൻസ്ഫർ വിൻഡോയില്. അതെ അതെ, ട്രാൻസ്ഫർ വിൻഡോ നിങ്ങളുടെ ജീവിതം മാറ്റി പറിക്കും അല്ലേ. അപ്പൊ അത് തന്നെ നമുക്കിവിടെ ഇന്ത്യയിലും പറയാം. നമ്മളിപ്പോ സൂപ്പർ ലീഗ് കേരളമുണ്ടല്ലോ, നമുക്കിപ്പോ പുറത്തുനിന്ന് കോച്ചസിനെയും എല്ലാവരെയും കൊണ്ട് ഇപ്പൊ യങ് പ്ലേയേഴ്സിനെയൊക്കെ കണ്ടുവന്നിട്ടുണ്ട് നമ്മള്. സൂപ്പർ ലീഗ് തന്നെ അല്ലെ, ഇപ്പൊ ഈ വർഷം 6 ടീമാണ് മത്സരിക്കുന്നത്. ഒന്ന് നമ്മളെ കണ്ണൂർ വാരിയേഴ്സ്, നമ്മളെ സ്വന്തം, പിന്നെ കാലിക്കറ്റ്
കാലിക്കറ്റ്, പിന്നെ മലപ്പുറം ഫുട്ബോൾ, മലപ്പുറം, പിന്നെ തൃശ്ശൂർ മാച്ച്, തൃശ്ശൂർ, ഫോഴ്സ്, ട്രിവാൻഡ്രം, കൊമ്പൻസ്. അപ്പോൾ അങ്ങനെയുള്ള ടീമും ഇപ്പോൾ പുതിയത് ബിൽഡായി വരുന്നുണ്ട്. ട്രാൻസ്ഫർ വിൻഡോയിലാണ് ഇതൊക്കെ നടക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പർച്ചേസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്ഫർ വിൻഡോ ഓൾറെഡി നടന്നത്. ISL നിന്നൊക്കെ ഒരുപാട് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ലൈക്ക് ഈ ഒരു ലീഗ് അത്യാവശ്യം എനിക്ക് തോന്നുന്നത് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ ചാൻസുള്ള ഒരു ലീഗാണ്. ലൈക്ക് അത് ലീഗിൻ്റെ ലൈക്ക് ഗ്രോത്തും കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ഫാൻസ്. അത്രത്തോളം നമ്മളെ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ലവ് ഇല്ല. അതാണ് ഓരോ ഡിസ്ട്രിക്ട് വൈസ് ഡെർബിയൊക്കെ ഒന്ന് ഉഷാറായാൽ. നമ്മളിപ്പോ മാഞ്ചസ്റ്ററിന്റെ അതൊക്കെ ഡിസ്ട്രിക്ട്സ് തന്നെയാണ് ആക്ച്വലി. അവര് അടുത്തടുത്തില്ല ഇതല്ലേ, അതുപോലെ ആയി വരണം. നമുക്കിപ്പോൾ അവിടുത്തെ എല്ലാ ലൈക്ക് ഇതും അറിയാലോ, സ്ഥലങ്ങൾ കാര്യങ്ങൾ. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഇവിടെ പോയാൽ നമുക്ക് അവര് ഏത് സ്ഥലം എന്ന് പറഞ്ഞാൽ അറിയാലോ. എല്ലാത്തിന്റെ ഉത്തരവാദിത്തം എല്ലാവരും പേരും അറിയാലോ. അതുപോലെ തന്നെ ഈ ലീഗിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആൾക്കാർ ലൈക്ക് ലീഗ് കാണുന്നതും വ്യൂവർഷിപ്പൊക്കെ കൂടിയ ആൾക്കാർ ഇതിനെ അതുപോലെ ഫോളോ ചെയ്യും. ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റ് കണ്ടില്ലേ? ഈ സീസൺ തൊട്ട് അത് മാറിയിട്ടുണ്ട്. അതെ, ഒന്നും മനസ്സിലാവുന്നില്ല. അത് നമ്മളിപ്പം പുതിയൊരു ഫോർമാറ്റിലോട്ട് മാറുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ നമ്മൾ കളി ഇങ്ങനെ പോകും. പക്ഷെ ഒരുപാട് മാച്ചസ് ഒക്കെ വന്നല്ലേ? മാച്ചസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്, പിന്നെ കോമ്പറ്റീഷൻ്റെ എണ്ണം. അതായത് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് എടുക്കുക. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ആയ ടീംസ് എല്ലാവരും കൂടി ഒരു ലീഗ് ഫോർമാറ്റിലാണ് കോമ്പീറ്റ് ചെയ്യുക. 4 ഗ്രൂപ്പ്സ്, 4 ഗ്രൂപ്പ്, 4 പോട്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ 4 പോട്ടിൽ ഒരു പോട്ടിൽ 9 ടീംസ് ഉണ്ടാവും. അങ്ങനെ 9 ഒരു 36 ടീംസ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പോർട്ടിൽ ഉള്ള ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. അത് 8 കളി ഉണ്ടാവുള്ളൂ ഒരു ടീമിന്. അപ്പോൾ ഇല്ല, അത് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നത് സിസ്റ്റമാണ്. സിസ്റ്റം ജനറേറ്റഡ് അതെ. അപ്പോൾ ആ റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ മാച്ചസും നമുക്ക് എക്സ്പെക്ട് ചെയ്ത് നമുക്ക് ഭയങ്കര ആവേശം കൊള്ളുന്ന മാച്ചസും വരും. അല്ലാണ്ട് നേരത്തെ പോലെ ഒരു ഒരു ഹോം വേവേയും ഒരു ടീമിന്റെ ഹോം വേവേയും കളിക്കുന്ന പരിപാടി മാറി. അതൊക്കെ മാറി എന്റർടൈൻമെന്റ് കൊണ്ടുവന്നേ. അതപ്പോ ലീഗ് ഫോർമാറ്റ് ആകുമ്പോ അങ്ങനെയാണല്ലോ നോക്കുക. അതുകൊണ്ട് മറ്റേ നമ്മളിപ്പോ അല്ലാണ്ട് പ്രീമിയർ ലീഗ് 2 കളി ജയിച്ചാൽ മാത്രം പോരാലോ അങ്ങനെ വരുമ്പോ. അപ്പൊ അങ്ങനെ കോമ്പറ്റീഷനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ടീമിന്റെ എണ്ണം കൂടി. അപ്പൊ അതിനനുസരിച്ച് 36 എന്ന് പറയുമ്പോൾ നേരത്തെ 32 ആയിരുന്നല്ലേ. അപ്പൊ ഈ ഒരു ഫോർമാറ്റില് നമുക്ക് നല്ല കളികൾ പ്രതീക്ഷിക്കാം, നല്ല മാച്ചസ്. എല്ലാ യൂറോപ്യൻ കോമ്പറ്റീഷൻ, അതായത് ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ്, പിന്നെ കോൺഫറൻസ് ലീഗും ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും ഈ സിസ്റ്റമാണ് ഇപ്പോൾ ഇനി മുതൽ ഫോളോ ചെയ്യണത്. അപ്പോൾ മറ്റേ കഴിഞ്ഞ സീസൺ വരെയുള്ള, അതായത് ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഫെയിലാവണം, ഒരു 3rd നിൽക്കുന്ന ആൾക്കാർ നെക്സ്റ്റ് താഴെയുള്ള ലീഗിലോട്ട് വരണ പരിപാടിയൊന്നുമില്ല. ഞാൻ മനസ്സിലായി. അപ്പോൾ അവർക്ക് പിന്നെയും ചാൻസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പരിപാടി ഇല്ല. നമുക്ക് ആശ്വസിക്കാം. കുറേ സ്പാനിഷ് ടീം ഒന്ന് എപ്പോഴും അടിച്ചിട്ട് പോകണേ നോക്കിയിട്ട് പോവില്ല. അപ്പോൾ ആ വരില്ലല്ലോ. ഇല്ല അതുവഴി ഈ സീസണിൽ തോക്കണ്ട. അത് നല്ലൊരു ഇതാണ്. പുതിയ ഫോർമാറ്റ് കുറച്ചുകൂടി ഗെയിം ഇൻട്രസ്റ്റിംഗ് ആവും. ഗെയിം ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് മാത്രമല്ല, അപ്പോൾ എന്താന്ന് വെച്ചാൽ ഗെയിം ടൈമും കൂടുതലാണ്. പ്ലേയേഴ്സിന്റെ സ്ട്രെങ്ത്തിനൊക്കെ ഇതെങ്ങനെ ബാധിക്കുന്ന അറിഞ്ഞൂടെ. ഇത് ഫസ്റ്റ് സീസണാണ്, ഫസ്റ്റ് എഡിഷൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു മാച്ചസിന്റെ എണ്ണം കൂടുമോ ഒരു ടീം സ്ക്വാഡിന്റെ ഒക്കെ. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഓരോ ടീംസൊക്കെ സ്ക്വാഡ് ഭയങ്കരമായിട്ട് ഇതില് എല്ലാവർക്കും ഗെയിം ടൈം എൻഷുർ ചെയ്യും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇത് കളിച്ച് ഡൊമസ്റ്റിക് ട്രോഫീസ് ആയിരുന്നു. അത് മാത്രമല്ല ഇതിന്റെ ടൈം ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാനും നമുക്ക് പറഞ്ഞോടല്ലേ. ഇത് പുതിയ സംഭവമല്ലേ. പ്ലേയേഴ്സും ഭയങ്കര ഹെക്ടിക് ആയിരിക്കും അല്ലേ. ഇതിനെതിരെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുതിയ ഫോർമാറ്റ്
കേട്ടിട്ട് മനസ്സിലായില്ലാത്തതും അതെ താല്പര്യമില്ലാത്തവരുണ്ട്. പിന്നെ നമ്മളാ യൂസ്ഡ് ആയിരുന്നല്ലോ പഴയ ഫോർമാറ്റ്. അതെ. പക്ഷേ ഇത് നല്ലൊരു ചേഞ്ച് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കിരൺ സൂപ്പർ ലീഗൊക്കെ തുടങ്ങല്ലേ? കിരൺ ഫോർസ കൊച്ചി അല്ലേ? യെസ്, ഫോർസ കൊച്ചി. അപ്പോൾ സൂപ്പർ ലീഗിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി വരാം. അതിന് എന്തായാലും വേണമല്ലോ രാഹുൽ ജി. ഈ ലീഗ് തുടങ്ങിയിട്ടില്ല, ഇപ്പൊ തന്നെ ഫാൻ ബേസ് ആയി. അത് എല്ലാ ടീമിനും നല്ല ബേസായി. ഇപ്പൊ ടീം ക്രിയേറ്റ് ആവാത്ത ഡിസ്ട്രിക്റ്റുകൾ ഉള്ള ആൾക്കാർ പോലും ഏതെങ്കിലും ടീമിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ ഭയങ്കര പ്രൊമോഷനൊക്കെയാണ് ഇപ്പൊ. അതെ അതെ, ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നന്നായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു ലീഗ് നമ്മൾക്ക് നേരത്തെ വരണമായിരുന്നു അല്ലേ? ലേറ്റ് ആണ്, ബട്ട് ഇറ്റ്സ് ഹാപ്പനിങ്. അതിൽ സന്തോഷമുണ്ട്. സന്തോഷമില്ല. നമുക്ക് അതിനെ പറ്റിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാൻ. യെസ്, നമ്മളിപ്പോൾ ഓൾറെഡി ഇന്റർനാഷണൽ ഫുട്ബോൾ മാത്രം ഡിസ്കസ് ചെയ്താൽ പോരല്ല. അതെ, നമ്മള് ഇത് തന്നെയാണ് നമ്മുടെ ഫോക്കസ്. അതെ അതെ, ലൈക്ക് എങ്ങനെയൊക്കെ ലോക്കൽ ഫുട്ബോളിനെ എൻഹാൻസ് ചെയ്യാം, എങ്ങനെയൊക്കെ അത് ഡെവലപ്പ് ചെയ്യാം. ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഒന്ന് ഈ ഇതിൽ കളിക്കുന്ന ഇതിൻ്റെ ഫോർമാറ്റ്, ഇതിലും ഒരു ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഫോറിൻ പ്ലേയേഴ്സ് ആണ്. അതിൽ 2 ഡെവലപ്പിംഗ് പ്ലേയേഴ്സ് കളിക്കും. ആ ഡെവലപ്പിംഗ് പ്ലേയേഴ്സ് 21 ഇയേഴ്സിൽ കുറവായിരിക്കും. 21 or 23 അറിയില്ല, ചെറിയ യങ് പ്ലേയേഴ്സ് ആയിരിക്കും. അവരെപ്പോഴും ടീമിൽ ഉണ്ടാവുക. അവർ ഡെവലപ്പിംഗ് പ്ലേയേഴ്സ് ഇല്ലാത്തൊരു സ്ക്വാഡ് ഉണ്ടാവില്ല. പിന്നെ ബാക്കിയുള്ള മൊത്തം ഇന്ത്യൻസ് ആയിരിക്കും. അതിൽ മലയാളി ക്രൗഡ് 9 പ്ലേയേഴ്സോളം മലയാളീസ് ആയിരിക്കണം സ്ക്വാഡിൽ ഉണ്ടാവുന്നത്. ബാക്കി ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ടാവും, അതിലും മലയാളി ഉണ്ടാവാം. പക്ഷെ 9 മലയാളി പ്ലേയേഴ്സിന് വേണം. അപ്പോൾ കേരളത്തിൻ്റെ ഫുട്ബോളിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും ആയിരിക്കും. പിന്നെ പ്ലേയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി. വൺസ് സൂപ്പർ ലീഗിലേക്കൊക്കെ എത്താൻ പറ്റിയ, ലൈക്ക് ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നൊക്കെ സൂപ്പർ ലീഗ് ലെവലിലേക്കൊക്കെ പ്ലേയേഴ്സിന് എത്താൻ പറ്റുക, പിന്നെ ഇവർ കാണുന്നത്, ഇവരെ മാച്ചസും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ലെവലിൽ ആൾക്കാർ കാണാൻ തുടങ്ങും. കാരണം ഡിസ്നി ഹോട്ട്സ്റ്റാറിലൊക്കെയാണ് സ്ട്രീമിംഗ് ഉള്ളത്. അപ്പം സ്വന്തം കളിയൊന്ന് അനലൈസ് ചെയ്യാനും പറ്റും. ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മൾ വിചാരിക്കുന്ന രീതിയൊന്നുമല്ല. പിന്നെ ഡയറക്റ്റ് നെക്സ്റ്റ് ISL. അപ്പോൾ ISL നോക്കുന്ന ഒരു ലീഗാണ്. നല്ല പ്ലേയേഴ്സിനെ അവരും കൊണ്ടുപോകും. ഇത് നമ്മൾ ഈ ലീഗിനെ സപ്പോർട്ട് ചെയ്യണം. അതെ അതെ, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമ്മൾ വ്യൂവേഴ്സ് എല്ലാവരും ഈ ലീഗിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം. 7th നമ്മളെ മാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മാച്ച് കൊച്ചിയിലാണ്. ഫോർസ കൊച്ചി വേഴ്സസ് മലപ്പുറം. എല്ലാവരും ഓരോ ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരും അതേ രീതിയിൽ ആ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ കീപ് സപ്പോർട്ടിങ്, ലൈക്ക്, സബ്സ്ക്രൈബ്. യെസ്, കീപ് സബ്സ്ക്രൈബിങ്. പിന്നെ ആൾക്കാരുടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ബൈ.